ഈ 157 ആയത്തുകൾ ഖുറാനകത്തുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലൊരു കോടതി തന്നെ നിരോധിച്ചിട്ടുണ്ട്. 27 ആയത്തുകൾ പറഞ്ഞ് ഇത് പാടില്ല, എടുത്തു മാറ്റണം എന്ന് പറഞ്ഞു. ഖുറാൻ്റെ അകത്ത് എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ കോടതി പറഞ്ഞതാണ്. മനസ്സിലായി? ഇതൊരു യുദ്ധപുസ്തകമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന പുസ്തകം. ഇത് സംഗതി ഈ അറബി തന്നെ കൊണ്ടുനടന്നുകൊണ്ടാണ് നമുക്കിതൊന്നും അറിയാതിരുന്നത്. ഇപ്പോഴല്ലേ ഇതൊക്കെ പരിഭാഷപ്പെടുത്തി നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ കാര്യം നമുക്കറിയാൻ തീരുമാനമായി. അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് അപ്പം തന്നെ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ് അത് ബാൻ ചെയ്ത് കളയും. നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. തൂക്കി എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് ഇവിടെ പാടേണ്ടത്. ബാക്കിയൊന്ന് കേട്ടോക്കി. ഒരൊറ്റ ചോദ്യത്തിന് അദ്ദേഹം അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യയിൽ ഒരു കോടതി ഖുറാൻ ബാൻ ചെയ്തു, ഖുറാന്റെ വേഴ്സ് ബാൻ ചെയ്തു. നിങ്ങൾ കേട്ട് കാണും. അത് ഏത് കോടതിയാണെന്നൊന്ന് പറയാം. ഖുറാനിലെ ആയത്തുകളൊക്കെ സുപ്രീം കോടതി നിരോധിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ വലിയ സംഭവമാണെന്ന്. 1986 ഇത് 80കളുടെ മധ്യത്തിൽ നടന്നൊരു സംഭവത്തിൽ ഇതായിട്ടാണ് ഹൈക്കോടതി ഇതല്ല, സോറി, എനിക്ക് കിട്ടിയ റിസൾട്ട് തെറ്റിപ്പോയി. ഇത് കൽക്കട്ട ഹൈക്കോടതിയിൽ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിരുന്നു. അത് കോടതി തള്ളുകയുണ്ടായി. അതല്ല, വേറൊരു ഇതുണ്ട്. പക്ഷെ അത് അല്ല ഇപ്പോഴില്ല, 2021-ലൊന്നുമല്ല, അതൊന്നുമല്ല. ഇതൊക്കെ അതിന് മുമ്പത്തെയാണെന്നേ സംഗതി. ഇതിപ്പോ എവിടെ റിസൾട്ട് ഇതാകുന്ന ഞാൻ ഉത്തരം പറയാം. ഇനി എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 2021 വസീം റിസ്വി എന്ന് പറയുന്ന, എനിക്ക് പേഴ്സണലി അറിയാവുന്ന, ഞങ്ങളോടൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കാറുള്ള ഒരു വ്യക്തി ഒരു PA കൊടുത്തു. മുസ്ലിം നാമധാരിയാന്നേ ഉള്ളൂ. 26 വേഴ്സസ് ഖുറാനിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്താണെന്നറിയാമോ? അയാൾക്ക് 50,000 രൂപ ഫൈൻ അടിച്ചു. അപ്പൊ പിന്നെ നീ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ തള്ളു കേട്ടാണ് പ്രസംഗിക്കാൻ ഇറങ്ങരുത്. നീ അഥവാ കാളെ പറ്റുന്ന കേൾക്കുമ്പോ കേരളത്ത് മണ്ടാനാണ് ഭാവന്നെങ്കിലേ ഒരു 50,000 റുപ്യ കേസിൽ വെച്ചോണ്ടി ആവശ്യം വരും. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്.